സ്കൂൾ വേനൽ അവധി മഴക്കാലത്തേക്ക് മാറ്റുന്നതിൽ പൊതുചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് പലപ്പോഴും സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ ആലോചന. വ്യക്തിപരമായ അഭിപ്രായമാണെന്നും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അറിയണമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് അതിഥികളിലേക്ക് പോകാം. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഒന്ന്, രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. കുട്ടികൾ മഴ നനഞ്ഞുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ച് കൊണ്ട് രക്ഷകർത്താക്കൾ വിളിക്കുന്നതിനെ ഉറക്കമൊഴിഞ്ഞിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അവസാനം അങ്ങനെ കുറേ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്നു. പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈ മഴ കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും, എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയിൽ ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പോഴേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ചർച്ച വേണ്ട. നമുക്ക് ഇത് ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും ചർച്ചയിലൂടെയാണ് പരിഹാരം കണ്ടെത്തുന്നത്. ഇതൊന്നും ഒരു ചർച്ച ചെയ്ത ശേഷം ഇത് നമുക്ക് ഗവൺമെൻറ് ആലോചിക്കണം. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി മാത്രമേ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മെറിറ്റും ഡീമെറിറ്റും ഈ കാര്യത്തിലുണ്ടെന്ന കാര്യം പറയാം. നമ്മോടൊപ്പം വിദ്യാഭ്യാസ വിദഗ്ധൻ പി പ്രേമചന്ദ്രൻ ചേരുന്നുണ്ട്. എ നജീബ് KSDA സംസ്ഥാന സെക്രട്ടറിയും ഡോക്ടർ LC ഉമ്മൻ സൈക്യാട്രിസ്റ്റും നമ്മോടൊപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിൽ സംസാരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ പി പ്രേമചന്ദ്രൻ, ഇപ്പോൾ ഒരു വിശാലമായ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. അതായത് നമ്മളിപ്പോൾ നിലവിൽ നമുക്കറിയാം ഏപ്രിൽ മെയ് മാസങ്ങൾ കൊടിയ ചൂടിൻ്റെ സമയത്താണ്. കാലങ്ങളായി ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും ശാരീരിക മാനസിക പ്രശ്നങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് 2 മാസത്തെ അവധി നൽകുന്നത്. അതിപ്പോൾ ഒരു ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ജൂൺ ജൂലൈ മാസം, അതായത് കൊടിയ മഴക്കാലം, മൺസൂൺ കാലം, കാലവർഷക്കാലം, ആ സമയത്തേക്ക് മാറ്റേണ്ടി വരുന്നതിനുള്ള ഒരു ചർച്ചയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി തുടക്കം കുറിക്കുന്നത്. അത് പ്രായോഗികമാണോ, മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ ശ്രീ പ്രേമചന്ദ്രൻ? തീർച്ചയായിട്ടും ഇത്തരമൊരു ചർച്ച കേരളത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആരംഭിച്ചത് നല്ല കാര്യം തന്നെയാണ്. ഈ കേരളത്തിൽ വലിയ സമഗ്രമായിട്ടുള്ള രീതിയിലൊരു പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കുറി അത് 12ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് വലിയ കോൺക്ലേവുകളും ചർച്ചകളും നടക്കുന്ന ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഇതും ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ വളരെ ഏകപക്ഷീയമായിട്ടോ അല്ലെങ്കിൽ വളരെ പെരിഫറലായിട്ടോ അഭിപ്രായം പറയാവുന്ന ഒരു കാര്യമല്ല ഇത്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ വിദഗ്ധരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ദുരന്ത നിവാരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല മേഖലകളുമായിട്ടും ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അക്കാദമിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ അവധി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ മഴക്കാലത്തെക്കാളും ഭീകരമാണ് കേരളത്തിലത്തെ ഇപ്പോഴത്തെ വേനൽക്കാലം എന്ന് പറയുന്നത്. പാലക്കാട്ടും മറ്റും 45 ഡിഗ്രിയാണ്. അതുപോലെ സൂര്യാഘാതം ഏൽക്കുന്നു, വലിയ മുതിർന്നവർക്ക് അടക്കം പൊള്ളലേൽക്കുന്നു. പകൽ സമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കുന്നു. ക്ലാസ് മുറികൾ, പ്രത്യേകിച്ച് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ് മുറിയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 75-80 കുട്ടികളാണ് ഒരു ക്ലാസ് മുറിയിൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്തരം കുട്ടികളെ ഈ ചൂട് കാലത്ത് ക്ലാസ് മുറിയിൽ ഇരുത്തുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിഭീകരമായിട്ടുള്ള കാര്യം. മഴക്കാലത്ത് തീർച്ചയായിട്ടും മഴ അപകടം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, മന്ത്രി പറഞ്ഞതുപോലെ കൊണ്ടുപോകാനും കൊണ്ടുവിടാനും ഒക്കെ രക്ഷകർത്താക്കളുടെ ബുദ്ധിമുട്ടുകൾ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് തന്നെയാണ്. ഞാൻ എന്റെ ഒരു അധ്യാപകർ നിലയിലുള്ള അനുഭവം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. മറ്റു നിലയിലുള്ള വലിയ പഠനങ്ങൾ നടത്തിയിട്ടല്ല. ജൂൺ ജൂലൈ മാസത്തിൽ ഈ പറയുന്ന ചില ദിവസങ്ങളൊക്കെ അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും ചിലപ്പോൾ ഏറ്റവും അപകടകരമായി തീരുക
ഒന്ന് തീർച്ചയായിട്ടും കുട്ടികളെ പഠിക്കാൻ നമുക്കറിയാം, നമുക്ക് വരുന്ന അലർട്ടുകൾ ഈ ചൂട് കാലത്ത് അറിയാം. കൊടിയ ചൂടാണ്, പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പാലക്കാട് ഈ ചൂട് കൂടുതലായുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താണ് പരിധിക്കപ്പുറത്തേക്ക് ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. അപ്പോൾ തൊഴിൽ മേഖലയിലെ ഈ തൊഴിൽ സമയങ്ങൾ പോലും അത് പരിമിതപ്പെടുത്തിക്കൊണ്ട്, അത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നിർദ്ദേശം നൽകുന്നത്. മാത്രമല്ല ട്യൂഷൻ ക്ലാസ്സുകൾ പോലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമുണ്ട്. സൂര്യാഘാതം ഒക്കെ ഏൽക്കുന്ന സമയം. അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും മഴക്കാലത്ത് ക്ലാസ്സിലെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും സുഗമമായ കാര്യമാണ്. ഒരുമിച്ചിരുത്തി കുട്ടികളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ അതേസമയം തന്നെ ഈ പറയുന്ന ഇവര് ഇനി മഴയുടെ അപകടം കരുതിയിട്ട് നമ്മൾ കുട്ടികളെ വീട്ടിലാക്കുകയാണെങ്കിൽ അതിന് വലിയ അപകടമാണ്. കാരണം സ്കൂളിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന അത്ര പോലും യഥാർത്ഥത്തിൽ വീടുകളിലോ അതിന്റെ പരിസരത്തോ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർ പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിറഞ്ഞ തടാകങ്ങളും കുളങ്ങളും കിണറുകളും ഒക്കെ ഉണ്ടാകുന്ന അപകടം കൂടുതലാണുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല കേരളത്തിൽ എത്ര സിലബസ് ഉണ്ട്. ഇത് കേരള സിലബസിൽ പഠിക്കുന്നത് പോലെ തന്നെ CBSE ഉണ്ട്. ദേശീയ തലത്തിലുള്ള സമയമാറ്റം ഉണ്ടാകുമോ? ഇത് ഉറപ്പു നൽകാൻ നമുക്ക് കഴിയുമോ? അപ്പൊ അതുകൊണ്ട് ഇത് ഇത്രയും പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് അഭിമുഖീകരിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. യെസ്, തീർച്ചയായും. ഞാൻ മടങ്ങിയെത്താം. ശ്രീ A. നജീബ്, അധ്യാപകരെ സംബന്ധിച്ചോളം എങ്ങനെയാണ് നിലപാട് വരുന്നത്? കാരണം നമുക്കറിയാം ദേശതലത്തിൽ നമുക്ക് അനുവർത്തിച്ച് വരുന്ന നമ്മുടെ ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ സമ്മർ സീസണുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ അവധികൾ. അപ്പോൾ നമ്മൾ ഈ എന്തായാലും CBSE അങ്ങനെ ഒരു നിലപാടിലേക്കോ അല്ലെങ്കിൽ ആലോചനയിലേക്ക് പോകാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം ഒരു ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗുണദോഷ വശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഈ പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, പഠന സമയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചോളം നൽകാനുള്ള നിർദ്ദേശം എന്താണ്? ഈ വിഷയത്തിൽ ഒരു തുറന്ന സംവാദം KST സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെയൊരു നിർദ്ദേശം വയ്ക്കുവാൻ കാരണമായിട്ടുള്ളത്. അദ്ദേഹം കുട്ടികളോട് പ്രത്യേകമായ വാത്സല്യം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. കുട്ടികളോട് അപ്പൂപ്പൻ എന്ന് വിളിച്ച് സംബോധന ചെയ്യാൻ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്നൊരു മന്ത്രിയാണ് അദ്ദേഹം. ഈ ദുരന്തങ്ങളും മറ്റും കാണുകയും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരുപാട് പഠന സമയം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന ചർച്ചയ്ക്കായി ഈ വിഷയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. തീർച്ചയായും നല്ല ശാസ്ത്രീയമായ ഒരു പഠനം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലും എല്ലാം വ്യത്യസ്തമായ സമയങ്ങളിലാണ് അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അവധികൾ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുസമൂഹം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം എങ്ങനെ വേണം എന്നത് അറിയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പോസ്റ്റിൽ ഇതിനോടകം തന്നെ വ്യത്യസ്തമായ നിലയിലുള്ള വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ജൂണിലാണ് നാട്ടിൽ വരുന്നത്, അപ്പോൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നു, അപ്പോൾ ജൂണിലേക്ക് മാറുന്നത് എനിക്ക് വളരെ സൗകര്യമാണ്. അതൊരു പ്രവാസിയുടെ ഒരു അഭിപ്രായമാണ്. അങ്ങനെ ഇതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളമായി ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അനേകം വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ നജീബ്, ഒരു കാര്യം കൂടി, കാരണം ആ അഭിപ്രായങ്ങൾക്കൊപ്പം നമ്മൾ തേടുമ്പോഴും മുൻ വിദ്യാഭ്യാസ പ്രതിപക്ഷത്തെ മന്ത്രിമാരോടൊക്കെ അഭിപ്രായങ്ങൾ തേടുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്. അതായത് ഈ ഇപ്പോൾ നിലവിൽ സ്കൂളിൽ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതിയല്ല, നമ്മളെന്താണ് ഹൈടെക് ആണ് എല്ലാ സ്കൂളുകളെന്ന് പറയുമ്പോൾ അതല്ല സാഹചര്യം എന്ന പല സ്കൂളുകളിലെയും ദുരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നീട് ഈ പറയുന്ന ഈ പാചക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ട്. അപ്പോൾ അതാണ് പ്രഥമ പരിഗണന ചെയ്ത് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഇൻസിഡന്റ് കൊണ്ട് ആ സിസ്റ്റം മൊത്തം പൊളിച്ചുകൊണ്ട് മാറ്റി വെക്കേണ്ടതല്ല എന്ന അഭിപ്രായങ്ങൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായും കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഭൗതിക സാഹചര്യത്തിലും അക്കാദമിക രംഗത്തുമുണ്ടായ മാറ്റത്തെ പൊതുസമൂഹം സ്വീകരിക്കുകയാണ്, അധ്യാപക സമൂഹം സ്വീകരിക്കുകയാണ്. അത് ഈ സർക്കാരിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, KST സംബന്ധിച്ചിടത്തോളം ഇത് നല്ല ഒരു പഠനം നടത്തണം. ആഴത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ നടത്തണം. വേനൽക്കാലത്ത് വിദ്യാലയ അവസ്ഥ ഏപ്രിൽ മെയിൽ പഠിപ്പിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളാണോ സ്കൂളുകൾക്കുള്ളത്? കുടിവെള്ളത്തിൻ്റെ ക്ഷാമമുണ്ടോ? കാലാവസ്ഥ കേരളത്തിൽ തന്നെ വ്യത്യസ്ത ജില്ലകൾ വ്യത്യസ്ത നിലയിലാണ്. തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിദഗ്ധന്മാരുടെ, ഡോക്ടർമാരുടെ, ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ഗവേഷകരുടെ എല്ലാം അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി അത്തരത്തിലാണ് ഒരു നിർദ്ദേശം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായം ആരായുകയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ്. ഈ അവധി എന്ന് പറയുന്നത് അധ്യാപകരുമായി ബന്ധപ്പെട്ടതല്ല, കുട്ടികളുടെ പക്ഷത്തു നിന്നാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ കുട്ടികളുടെ പഠനവും അവരുടെ വളർച്ചയ്ക്കും ഈ മാറ്റം അനിവാര്യമാണോ, ഗുണമാണോ, ദോഷമാണോ എന്നാണ് അദ്ദേഹം
ഫേസ്ബുക്ക് പോസ്റ്റോടെ നമ്മോട് പൊതുസമൂഹം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സംവാദം നടക്കണം. കേരളീയ സമൂഹം ഇതിനോട് പ്രതികരിക്കണം. ആ സംവാദത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ KSTA അധ്യാപക സംഘടന എ നജീബ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ് കേട്ടത്. ഡോക്ടർ എൽ സി ഉമ്മൻ, അതായത് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, കാരണം ഒരു സിസ്റ്റത്തിൽ ഈ ചർച്ചകൾ നല്ലതാണ്, ഇവിടെയും നമ്മൾക്ക് പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ പരിഷ്കരണങ്ങൾക്ക് തുടക്കമിടുമ്പോൾ ചില സാമൂഹികമായിട്ടുള്ള ഒരുപാട് വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ മാനസികാരോഗ്യം. നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വിദഗ്ധൻ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പറിച്ച് നടൽ പോലെയാണ് ഈ നമ്മൾ സാമ്പ്രദായിക കാലങ്ങളായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ആ ഒരു അതിനോട് ഇഴചേർന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിദ്യാർത്ഥികളെ ഇങ്ങനെ മാറ്റുന്നു എന്ന നിർദ്ദേശം വരുമ്പോൾ പോലും നിങ്ങളുടെ മേഖലയിൽ നടക്കാൻ പ്രതികരണങ്ങൾ വരണം. എന്താണ് ഡോക്ടർക്ക് തോന്നുന്നത് ഈ നിർദ്ദേശത്തോട്? നമ്മൾ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അവധി കൊടുക്കുന്നത്, വേനൽ അവധി കൊടുക്കുന്നത്? അവർക്ക് ഈ ഒരു വർഷം മുഴുവനുമുള്ള പഠനത്തിൽ നിന്നിന്റെ വിരസത മാറ്റാനും അവരുടെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും അവർക്ക് കളിക്കാനുള്ള ഒരു ഫുൾ ടൈം അനുവദിച്ചു കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വേനൽ അവധി കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവധി കൊടുക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ അങ്ങ് മാറിപ്പോകും അത് മഴക്കാലത്ത് കൊടുത്താൽ. കാരണം ഈ മഴക്കാലത്ത് കുട്ടികൾക്ക് എവിടെ കളിക്കളം ഉപയോഗിക്കാൻ പറ്റും? മഴക്കാലത്ത് കുട്ടികൾക്ക് എവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും? മിക്കവാറും റെഡ് അലർട്ട് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ യാത്ര പോലും മുടങ്ങേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലും ഒരു വിനോദോപാധിയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയോ ടൂറ് പോവുകയോ എന്തിനേറെ പറമ്പിലോട്ട് ഇറങ്ങി കളിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം കുട്ടികൾക്ക് നഷ്ടമാകുന്നു. കോവിഡ് കാലത്ത് കളിക്കളം നമ്മുടെ കുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള വിനോദോപാധികളെല്ലാം നിഷേധിക്കപ്പെട്ടു. കുട്ടികൾ ഒരു ഫ്ലാറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ ആയി തീർന്നതിന്റെ മാനസികാഘാതം ഇപ്പോഴും പല കുട്ടികളും നേരിടുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഈ വേനലവധി കൊടുക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്നു. ശരിയാണ്, മഴക്കാലമാകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് പഠനത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമ്മൾ എങ്ങനെ പരിഹരിക്കാമെന്ന് വേണം നോക്കാൻ. കാരണം ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ചില സ്കൂളുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് മഴക്കാലത്ത് അവർ തുടങ്ങുന്നുണ്ട്. അതായത് കളക്ടർ അവധി പ്രഖ്യാപിച്ചാൽ അന്ന് അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. അങ്ങനെ അവരത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്കൂളുകൾ കൊച്ചിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ അത് അന്യമല്ല ഇപ്പോൾ. കാരണം 1-2 വർഷക്കാലം കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സസ് ചെയ്ത് അതിന് ശീലിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം അവധി വരുമ്പോൾ ഒരുപാട് ക്ലാസ്സസ് നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഓൺലൈൻ ക്ലാസ് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ പരിഹരിക്കുകയാണ് അതിന് ഉചിതമായിട്ടുള്ള മാർഗം. ഇപ്പൊ ഈ വർഷം തന്നെ നോക്കിയാൽ മെയ് മാസം പകുതി മുതൽ മഴ പെയ്യാൻ തുടങ്ങി ഈ വർഷം. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് അപ്പൊ നമ്മള് ഈ മെയ് മാസം മഴയില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് സ്കൂൾ വെച്ചിട്ടും കഥയില്ല. കാരണം കേരളത്തിന്റെ ഒരു കാലാവസ്ഥയുടെ ഒരു ചരിത്രം അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് മാറ്റം വരും. അത് തന്നെയല്ല, ഈ വേനൽ കാലത്ത് കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂര്യാഘാതം, പ്രത്യേകിച്ചും പാലക്കാട് സൈഡിലൊക്കെ, അപ്പൊ ഈ സൺസ്ട്രോക്ക് വരുമ്പോൾ കുട്ടികൾ കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതും ആ ഉത്തരവാദിത്വം നമ്മൾ വഹിക്കണ്ടേ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ആലോചിച്ചു വേണം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് തന്നെയല്ല, ഇപ്പോ എന്തെങ്കിലും ഇപ്പോൾ പഠനം മാത്രമല്ല, ഇപ്പൊ പാഠ്യേതര രീതിയിൽ ഇപ്പം ഡാൻസോ അല്ലെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ കരാട്ടയോ സ്വിമ്മിങ്ങോ ഇതൊക്കെയും കുട്ടികൾ അഭ്യസിച്ചെടുക്കുന്നത്. കാരണം നമുക്കറിയാം, സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എല്ലാ കലാലയത്തിലും എല്ലാ സ്കൂളുകളിലും കലോത്സവം തുടങ്ങും, കോമ്പറ്റീഷൻസ് തുടങ്ങും. ആദ്യം സ്കൂൾ തലത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് തുടങ്ങുകയായി. അപ്പോൾ ഇതിനൊക്കെയും പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം അവരുടെ മാനസികോല്ലാസത്തിനും അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിനും ഇതൊക്കെ നല്ലതാണ്, എപ്പോഴും പഠനം മാത്രം ഒരു വിഷയമാക്കി തീർക്കാതെ. അപ്പോൾ ഇത്തരം സ്പോർട്സിനോ അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനോ കുട്ടികൾക്ക് താല്പര്യമുള്ളപ്പോൾ അവർക്ക് അടുപ്പിച്ചൊരു 2 മാസം. ഡോക്ടർ മടങ്ങിയെത്താം. ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം കൂടി ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്യു തലയോലപ്പറമ്പിൽ നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മാത്യു, ഈ നിർദ്ദേശത്തോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ സാറേ, ഈ പഴയതുപോലെ തന്നെ ഇത് തുടർന്നാൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ മഴക്കാലത്ത് പിള്ളേർക്ക് അതിനെ പ്രതികരിച്ച് ജീവിക്കാൻ പറ്റും. മഴക്കാലത്ത് വീട്ടിലിരുത്തിയാൽ അവർ കിടന്ന് ഉറങ്ങിപ്പോവും. വേനൽക്കാലത്താണെങ്കിൽ അവരുടെ കൂട്ടുകാർ കൂടി ഉല്ലസിച്ച് കളിക്കാനും മാനസികമായിട്ട് ഈ 10 മാസം സ്കൂളിൽ പോയി കഴിഞ്ഞുള്ള ഒന്നിച്ചു ചേരൽ നടക്കും. വർഷകാലത്ത് ഈ വേനലവധി കൊടുത്തുകൊണ്ട് എന്ത് ഗുണം? ഒരു ഗുണവും ഇല്ലല്ലോ. അതുകൊണ്ട് പഴയ സിസ്റ്റം തന്നെ തുടരണമെന്നാണ് എന്റെ വലിയ അഭിപ്രായം. അതാണ് പിള്ളേരുടെ മാനസികമായ വ്യക്തിയുടെ നിലപാടാണ് കേട്ടത്. പഴയ സിസ്റ്റം തന്നെ മതി. ഇപ്പോൾ ജോജു എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ജോജു, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം.
സാറേ അത് ഇപ്പോഴത്തെ കണ്ടീഷൻ തന്നെ ഇപ്പൊ പഴയ ലെവലിൽ പോയിക്കൊണ്ടിരുന്നാൽ മതി. കാലാവസ്ഥ എപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. മഴക്കാലം എപ്പോഴാ വരിക ഇല്ല എന്നുള്ളതും നമുക്കറിയില്ലല്ലോ. സാറ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തിയാക്കിയോളൂ. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് നിരീക്ഷകർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാലാവസ്ഥ. അതാണ് വളരെ പ്രധാനപ്പെട്ട അതാണ് താങ്കളുടെ അഭിപ്രായം പോലെയാണ്. കാരണം നമ്മൾ നേരത്തെയൊക്കെ നമ്മൾക്ക് അല്ലെ പിൻപറ്റിയിരുന്ന ആ ഒരു കാലാവസ്ഥാ സംവിധാനമൊക്കെയല്ല. അപ്പോൾ ഈ സൈക്ലോണുകൾ പല സമയം തെറ്റി കാലം തെറ്റിയൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശ്രീ പ്രേമചന്ദ്രൻ, മറ്റൊരു കാര്യം, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലെയൊക്കെ തന്നെ ഇത്തരം സാഹചര്യങ്ങളെ കൂടി നമുക്ക് പോയിന്റുകളായി മാതൃകാപരമായി നിർദ്ദേശങ്ങളായി മാറ്റപ്പെടണം, ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്ന് മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായിക രീതി അത് നമുക്ക് എങ്ങനെ മാതൃകാപരമായി നമുക്കിവിടെ പരീക്ഷിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഓരോ രാജ്യത്തും അവരുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വേനൽ അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. കൊടും ശൈത്യമുള്ള രാജ്യങ്ങളിൽ കൊടും ശൈത്യകാലത്തും അതുപോലെ തന്നെ കൊടും വേനലുള്ള സ്ഥലങ്ങളിൽ കൊടും വേനലുള്ള സ്ഥലത്തും തന്നെയാണ് മധ്യവേനൽ അവധി മിക്കവാറും വരുന്നത്. പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മാസം വന്ന് നിൽക്കുന്ന അവധി ഒരുമിച്ച് കൊടുക്കുന്ന രീതി തന്നെ ലോകത്ത് പല സ്ഥലത്തും ഇല്ല. അത് നമ്മൾ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് 2 മാസം ഒരുമിച്ച് ഇങ്ങനെ അവധി വേണ്ടതുണ്ടോ? അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു 15 ദിവസമോ പിന്നെ അങ്ങനെ ഒരു 15 ദിവസമോ തുടരണം. സുബ്രഹ്മണ്യം തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സുബ്രഹ്മണ്യൻ, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഇതില് കേൾക്കാമോ? കേൾക്കാം. ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് ശരിക്കും നല്ലത് എന്താ വെച്ചെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി സമയം അറേഞ്ച് ചെയ്യുക. ഉച്ചവരെ ഏപ്രിൽ മാസത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി സമയം അറേഞ്ച് ചെയ്യുക. ഉച്ചവരെ പരീക്ഷ നടത്തിയിട്ട് ഏപ്രിൽ 30 സ്കൂൾ അടയ്ക്കുക. മെയ് 1 മാസം പൂർണ്ണമായും ജൂൺ മാസം 1 മാസം പൂർണ്ണമായും അവധി കൊടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. തീർച്ചയായും സുബ്രഹ്മണ്യന്റെ അഭിപ്രായമാണ്. ശ്രീ പ്രേമചന്ദ്രൻ കേട്ടെങ്കിൽ അങ്ങനെ പുതുതായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ ഏപ്രിൽ അങ്ങ് കേട്ടെങ്കിൽ മറുപടി. ഞാൻ കേട്ടു. തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹവും ഈ പറയുന്ന 1 മാസം അവധി, ഇപ്പൊ ഞാനും ആ നിർദ്ദേശം നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരുമിച്ച് 2 മാസം അവധി എന്നുള്ളത് മാറ്റിയിട്ട് മറ്റു തരത്തിൽ 1 മാസത്തെ ഒരു അവധി മധ്യവേനൽ സമയത്തും മറ്റ് 6 മാസം കഴിഞ്ഞാലും മറ്റുള്ള അവധി എന്ന നിലയിൽ ഇതിനെ പരിഷ്കരിക്കുന്നതിൽ തെറ്റില്ല. യഥാർത്ഥത്തിൽ മൗലികമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട, ഇവിടെ പലരും പറഞ്ഞതുപോലെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് ഒരു ദീർഘമായിട്ട് പോകുന്നു. വിദ്യാഭ്യാസം തീർച്ചയായിട്ടും അതിനോടൊപ്പം ചേരേണ്ടതാണ്. എന്തുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു? കടുത്ത മഴ, ചില ദിവസങ്ങളിൽ എത്രയോ ദിവസം പെയ്യേണ്ടുന്ന മഴ 1-2 ദിവസങ്ങൾ പെയ്യുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച പെയ്യുന്നു, വീണ്ടും കടുത്ത വെയിലേക്ക് പോകുന്നു, ഭയങ്കര ചൂട്. ഈ പറയുന്ന കേരളത്തിന്റെ കാലാവസ്ഥ എങ്ങനെയാണ് മാറിയത് എന്നുള്ളതാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. അതിന് പകരം ഈ പറയുന്ന നമ്മുടെ ഈ സ്കൂൾ സമയം മാറ്റൽ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആ ചർച്ച കൊണ്ടുപോകുന്നത് തന്നെ യഥാർത്ഥത്തിൽ അതിന്റെ മൗലികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം എത്രയോ കാലങ്ങളായിട്ട് തുടരുന്ന കേരളത്തിന്റെ ഒരു കാലാവസ്ഥാ ശീലം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് അവധി കൊടുക്കുന്ന ഒരു രീതി വന്നത്. അതിന് മാറ്റം വരുന്നത് ഈ പറയുന്ന കടുത്ത മഴ പലപ്പോഴും വരുന്നു. ജൂൺ ജൂലൈ മാസത്തില് പല ക്ലാസ്സുകളില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ്. യഥാർത്ഥം എന്തുകൊണ്ടാണ് കേരളത്തിലെ കാലാവസ്ഥ ഇങ്ങനെ മാറുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഭരണ നേതൃത്വം വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുകയും അതിൽ എന്തൊക്കെ തരത്തിലുള്ള വികസന നയങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത് എന്നും തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കാനും അതിനെ ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനും ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ കൂടുതലായിട്ട് പോകേണ്ടത്. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്താ പറയാ എപ്പോഴും കൂട്ടിച്ചേർക്കപ്പെടേണ്ടുന്ന വളരെ ചെറിയ വിഷയങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുക. തീർച്ചയായും ശ്രീ നജീബ്, അങ്ങനെയെങ്കിൽ ഇതിന് അനവസരത്തിലുള്ള ഒരു നിർദ്ദേശമായി പോയോ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന അല്ലെങ്കിൽ പ്രതികൂല അവസ്ഥയിലാണെങ്കിലും അത് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം അനവസരത്തിലുള്ളതാണ് എന്ന് തോന്നുന്നുണ്ട്. അധ്യാപകർക്കൊക്കെ ഈ സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ ആ നിർദ്ദേശങ്ങളുണ്ട്. പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരോടൊക്കെ ഇതിനോടകം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അവരും പറയുന്നു. ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് അനവസരത്തിലല്ല. ഇത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ അവർക്ക് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ല. അന്ന് മുതൽ നമ്മൾ ഏപ്രിൽ മെയിൽ അവധി കൊടുത്തതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം വളരെ
അത്ഭുതകരമായ നിലയിലാണ്, ആർക്കും നിർവചിക്കാൻ കഴിയാത്ത നിലയിലാണ്. അപ്പോൾ പ്രായോഗികമായി കൂടി ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ. ഞാൻ പേര് ശശിനാരായൺ. ഞാൻ കണ്ണൂരിൽ പഠിക്കുന്നത്. ഈ വേനലവധി മാറ്റുന്നത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇപ്പൊ എത്ര സ്കൂളിൽ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുണ്ട്. ഇപ്പൊ സ്കൂൾ ബസ് കുട്ടികളെ ബാർബക്യൂവിന് കൊണ്ടുപോകുന്ന മാതിരിയാക്കി കൊടുക്കേണ്ടി വരും. ചൂട് സമയത്ത് ബസ് അവിടെ വെച്ചിട്ട് അതിന് AC വേണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൂടെ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ വേനലവധി മാറ്റണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി, വളരെയധികം നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്. ജിഷ്ണു എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ ചർച്ച കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വേനലവധി എന്ന് പറഞ്ഞത് ഏപ്രിൽ മെയിലുള്ളത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളത്. കാര്യം ജൂൺ മാസത്തിൽ ഈ മഴ സമയത്ത് കുട്ടികൾക്ക് പുറത്തുനിന്ന് കളിക്കാനോ മറ്റു ആക്ടിവിറ്റീസ് പോകാനോ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേനലവധി തന്നെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നല്ലത്. തീർച്ചയായും ഈ വിളിച്ച ഇതുവരെയുള്ള പ്രേക്ഷകരെല്ലാം പറയുന്ന ഒരു അഭിപ്രായം എന്നത് ഇതുവരെ, കാരണം അഭിപ്രായ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടിയാണ്. നമുക്ക് എല്ലാ പ്രേക്ഷകരുടെയും ഒരുപാട് പേര് ഈ വിഷയത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കോളെടുത്ത് കണക്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരും പറയുന്നത് ഈ സമയമാറ്റം ശരിയല്ല, അതൊരു അല്ലെങ്കിൽ ഇതിപ്പോൾ പഴയ സിസ്റ്റം തന്നെ പിന്തുടരുന്നത് തന്നെയാണ് നല്ലത്, അതായത് നിലവിലെ സിസ്റ്റം തന്നെ. ശ്രീ നജീബ്, താങ്കൾക്ക് തുടരാം. കേൾക്കാമോ? പറഞ്ഞോളൂ. ഞാനിവിടെ സൂചിപ്പിച്ചത് തന്നെയാണ്. നിലവിലെ ഈ കാലാവസ്ഥാ മാറ്റങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി കുട്ടികളോടുള്ള ഏറ്റവും ഉയർന്ന ആത്മാർത്ഥതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളുടെ അധ്യാപകരുടെ മികവ് ഉത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആദ്യമായി ഇങ്ങനെയൊരു നിർദ്ദേശം പൊതുസമൂഹത്തിൻ്റെ അധ്യാപക സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്കായി വെക്കുന്നത്. ഞങ്ങളതിനെ വളരെ പോസിറ്റീവായി കാണുന്നു. ഈ ഒരു തുറന്ന സംവാദം നടക്കണം, ഇതിന് വിദഗ്ധമായ അഭിപ്രായങ്ങൾ നേടുകയും അതിനുശേഷം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. പൊതുസമൂഹം അഭിപ്രായം പറയട്ടെ. ഈ മാറിയ കാലാവസ്ഥയിൽ കുട്ടികളുടെ പഠനവും അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയമാറ്റത്തിൽ അവധിയുമായി ബന്ധപ്പെട്ട് മാറ്റം വേണമോ വേണ്ടതയോ എന്ന തുറന്ന ചർച്ചകൾക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു ചർച്ചയായാണ് ഇതിനെ കാണുന്നത്. അതിൻ്റെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ പഠനത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ ആകെയും പൊതുവായ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും. തീർച്ചയായും കേരളത്തിലെ സർക്കാർ അത്തരത്തിലൊരു ജനാധിപത്യപരമായ പ്രക്രിയയിൽ കൂടി തന്നെയായിരിക്കും ഈ വിഷയത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ നാളിതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും തുറന്ന ജനാധിപത്യ ചർച്ചകളിലൂടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ വിഷയത്തിലും അത്തരത്തിലുള്ള നല്ല ഒരു ചർച്ചകൾക്ക് ശേഷമായിരിക്കും കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് KST ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ തുറന്ന സംവാദത്തിനെ പൂർണ്ണമായും KST സ്വാഗതം ചെയ്യുന്നു. ശരി, ഡോക്ടർ LC ഉമ്മൻ പറഞ്ഞുവല്ലോ, ഈ മാനസിക ഉല്ലാസം പലരും വിളിക്കുന്ന, നമ്മൾ അഭിപ്രായം തേടിയ, നമ്മൾ കേട്ടുകഴിഞ്ഞ പ്രേക്ഷകരുടെയൊക്കെ തന്നെ അവരുടെ ആശങ്കകൾ പറയുന്നു. കുട്ടികളുടെ ഈ സമയത്തെ അവരുടെ ഉല്ലാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മഴക്കാലമാണെങ്കിൽ ഒരിക്കലും മറ്റ് ഇടങ്ങളിലേക്കൊന്നും പോകാനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേനലവധി കാലത്ത് കുട്ടികളെയൊക്കെ തന്നെ മാനസിക ഉല്ലാസത്തിന് കുടുംബമൊത്തൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന പല ഇടങ്ങളും കൊണ്ട് അവിടെയൊക്കെ തന്നെ വലിയ അലർട്ടും നിർദ്ദേശങ്ങളുമായിരിക്കും. കാരണം മഴക്കാലത്ത് ആ മേഖലകളിലേക്കൊന്നും പോകാനേ പാടില്ല. കാരണം സാഹചര്യം വളരെ നെഗറ്റീവാണ്. മണ്ണിടിച്ചിൽ പോലെയുള്ള ഒരുപാട് മേഖലകൾ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ദുഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിർദ്ദേശങ്ങൾ നമ്മൾ സ്വരൂപിക്കേണ്ടതുണ്ട് ഈ നിർദ്ദേശത്തിന്മേൽ, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിയുടെ അഭിപ്രായം എന്ന നിലയിൽ വന്നിരിക്കുന്ന ഈ ഒരു അഭിപ്രായത്തോട്? നമ്മൾ പ്രയർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തന്നെയാണ്. കാരണം ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യ പ്രശ്നം ഒരു കുട്ടിക്ക് ഉണ്ടായാൽ അത് നമുക്കറിയാമല്ലോ, അതിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ്. ഒരു പക്ഷെ ഒരു ജീവിതം തന്നെ അതിന് വിലയായി നൽകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭാവി തന്നെ അതിന് വിലയായി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏതാണോ അവരുടെ ഒരു മാനസിക ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം, ആ രീതിയിൽ വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ദൂരെ ട്രിപ്പ് യാത്ര ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ഒന്ന് പറമ്പിലിറങ്ങി കളിക്കണമെങ്കിലോ, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ കളിയുമൊക്കെ മാറ്റി വെച്ചു, അവർക്കിപ്പോൾ പാഠ്യേതര വിഷയത്തിൽ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം നേടണമെങ്കിൽ അവർ എവിടെ ട്രെയിനിങ്ങിന് പോകും, അല്ലെങ്കിൽ
എവിടെ ഒരു കോച്ചിങ്ങിന് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് അവർക്ക് പഠിക്കണമെങ്കിൽ എവിടെ പോകും? മഴയുള്ള സമയത്ത് അവർക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരും. അവർ വീണ്ടും ഹൗസ് ബൗണ്ട് ആവും. ഈ വീണ്ടും ഹൗസ് ബൗണ്ട് ആയി കഴിയുമ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ട അതേ മാനസിക പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് ആ 2 മാസം കൊണ്ട് ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ തീർച്ചയായിട്ടും സ്ക്രീനിലേക്ക് ഒതുങ്ങും, വീണ്ടും ഗാഡ്ജറ്റിലേക്ക് ഒതുങ്ങും. അതിനെക്കാട്ടിലും ഉപരിയായിട്ടൊക്കെയും നമുക്ക് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദിവസം മഴക്കാലം ആയതുകൊണ്ട് അവധി കൊടുക്കുകയാണെങ്കിൽ ആ ദിവസം മാത്രം ഓൺലൈൻ ക്ലാസ് നടത്തുക. അല്ലാത്ത സമയത്ത് അവർക്ക് റെഗുലർ ക്ലാസ് നടത്തിയാൽ ഇത് വളരെ എളുപ്പം തന്നെ പരിഹരിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ടീച്ചേഴ്സ് ആവട്ടെ എല്ലാ സ്കൂളുകളിലും തന്നെ ഈ ഓൺലൈൻ സിസ്റ്റം വന്നതാണ്. അതുകൊണ്ട് അവർക്കത് ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ മാത്രം കൊണ്ടുവരുന്നതിന് വളരെയധികം പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അത് തന്നെയല്ല, ഈ സമ്മറിന്റെ സമയത്ത് കുട്ടികൾക്ക് സ്കൂള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെയിൽ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ആ ഒരു സൂര്യ താപം എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. 45-48 ഡിഗ്രി ഒക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കാനായിട്ട് പറ്റും? അതിനനുസരിച്ചുള്ള വെന്റിലേഷന്റെ ഫെസിലിറ്റിയോ ഫാനിന്റെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ശീതീകരിക്കത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റിയോ ഒക്കെയും കൊടുക്കാനായിട്ട് എല്ലാ സ്കൂളുകളിലും സാധ്യമാവണമെന്നുമില്ല. അപ്പോൾ ആ തരത്തിലും കുട്ടികളുടെ ശാരീരിക ആരോഗ്യത്തെ കൂടെ അത് ബാധിക്കാനുള്ള സാധ്യത കഴിഞ്ഞ എനിക്ക് തോന്നി ഏറ്റവും അവസാനത്തെ നമ്മൾ കഴിഞ്ഞു പോയ വേനൽക്കാലം ഒഴിച്ചാൽ അതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാനിന്റെ കീഴിൽ പോലും കിടക്കാൻ കഴിയാത്തത്ര ചൂടാണ്, അത് രാത്രി കാലങ്ങളിൽ പോലും. അപ്പോൾ ആ പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം, കാരണം എല്ലാ സർക്കാർ സ്കൂളുകളിലായാലും ഫാനുണ്ട് എല്ലാ സ്കൂളുകളിലും. പിന്നെ കുഞ്ഞുങ്ങളുള്ള സ്കൂളുകൾ, LP സ്കൂളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ചൂടിനെയൊക്കെ അതിജീവിക്കുക പാലക്കാട്, പുനലൂര്, പിന്നീട് ശരാശരി താപനില പോലും നിൽക്കുന്ന ഇടങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ. തീർച്ചയായിട്ടും അത് തന്നെയല്ല, ഈ മഴ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ റെഡ് അലേർട്ട് നമുക്കറിയാം, സൺഡേ റെഡ് അലേർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു 3-4 ജില്ലകളിൽ. പക്ഷേ തിങ്കൾ ചൊവ്വ ബുധൻ നല്ല വെയിലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് ഓഫ് ലൈറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഈ മുഴുവൻ സിസ്റ്റം മാറ്റിമറിച്ച് അവധിക്കാലം മുഴുവനും മാറ്റി ആ കുട്ടികളുടെ റുട്ടീനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഇത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരാനാണ് സാധ്യതകൾ ഏറെ. പിന്നെ നമ്മളിപ്പോ ഹെൽത്ത്, അതിപ്പോ മെന്റൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും ഏത് തന്നെ എടുത്താലും ശരിയാണ്, മഴക്കാലത്ത് കുട്ടികൾ പുറത്തോട്ട് പോകുമ്പോൾ അവർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ ഏറെയാണ് വേനൽക്കാലത്തുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികളും എല്ലാം അതിനേക്കാൾ ഏറെയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഒരു ബാലൻസ് നോക്കിയാൽ പോലും എപ്പോഴും മുൻതൂക്കം കുട്ടികൾക്ക് അവരുടെ ഒരു ശാരീരിക ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും അവരുടെ മാനസിക ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും ഈ തരത്തിലുള്ള ഇപ്പോൾ ഈ പോകുന്നത് പോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവർക്ക് അവധി കൊടുക്കുന്നത് തന്നെയായിരിക്കും ഉത്തമം. അതാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മാനസിക ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. ഇപ്പോൾ വർഗീസ് എന്ന ഒരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്നും ചേരുന്നുണ്ട്. വർഗീസ് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് മറ്റേ സ്കൂൾ കെട്ടിടത്തിന്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് മഴ പെയ്യാത്ത കൂടുതൽ ബിൽഡിങ്ങുകളിൽ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ മന്ത്രി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ അധികം വീഴുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അതുകൊണ്ട് ആ ഇതിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. തീർച്ചയായും ആ ഒരു അഭിപ്രായമാണ്. ശ്രീ പ്രേമചന്ദ്രൻ, അപ്പോൾ ഈ പറയുന്ന മന്ത്രി ഇതൊക്കെ ഈ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള മിഥുന്റെ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതല്ല, നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കുറച്ചുകൂടി പരുവപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതൊരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോഴത്തെ നിലയിൽ ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഏറിയ പങ്കാളുകളും പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും പെട്ടെന്ന് അത് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്ന നമ്മുടെ സ്കൂളിന്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എത്ര വികസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വേനൽക്കാലത്ത് ക്ലാസ് നടത്താൻ വേണ്ടി കഴിയുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്ത എത്രയോ സ്കൂളുകളുണ്ട്. കൊടും വരൾച്ച, കുടിവെള്ളം ഇല്ലാത്ത കേരളത്തിൽ എത്രയോ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ 65 കുട്ടികളാണ് മിനിമം ഒരു ക്ലാസ്സിലുള്ളത്. അത് പരമാവധി 70-80 കുട്ടികൾ വരെ തിങ്ങിയിരിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് വേനൽക്കാലത്ത് നടത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള പ്രശ്നം. മാത്രമല്ല നമ്മൾ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെറിയൊരു സമയമാറ്റം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഇപ്പോൾ എത്രമാത്രം വലിയ
ചർച്ചകളിലേക്ക് പോയി. സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്നത് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയമായിരുന്നു. ഒരു ചെറിയ സമയമാറ്റം, അരമണിക്കൂർ മാത്രം സമയം, ആ അരമണിക്കൂർ മാത്രം ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ, അത് പക്ഷേ നമുക്ക് പറയാം ഒരു മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അതിലെ ചെറിയൊരു വിഭാഗത്തിന് മാത്രം പ്രതികരണമാണെന്ന് പറയും. ഇത് എന്താണ് ലക്ഷോപലക്ഷം വരുന്ന അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ ആശങ്കകൾ അവരുടെ കൺസേൺസ് കൂടി നമ്മൾ പരിഗണിക്കപ്പെടേണ്ട, രക്ഷിതാക്കളുടെ അടക്കം പരിഗണിക്കപ്പെടേണ്ട വിശാലമായ സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും ഇതിങ്ങനെ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തിലൂടെ അല്ല യഥാർത്ഥത്തിൽ കേരളം പുറത്തറിയേണ്ടുന്നത് എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് തീർച്ചയായിട്ടും അത് ഗവേഷണത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഇത് വേണോ വേണ്ടിയോ എന്നുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടുന്നത്. ഇവിടെ വലിയൊരു കരിക്കുലർ റിവിഷൻ നടക്കുകയാണ്. ആ പാഠ്യ സമിതി ഇത്തരം നിർദ്ദേശം വെച്ചിട്ടുണ്ടോ കേരളത്തിൽ? ഇപ്പൊ വലിയ സമഗ്രമായിട്ട് എത്രയോ മാസങ്ങൾ നീണ്ടുനിന്ന ഒരു പഠനം കേരളത്തിന്റെ കരിക്കുലത്തെ സംബന്ധിച്ച്, അതിന്റെ ടെക്സ്റ്റിനെ സംബന്ധിച്ച്, വിനിമയത്തെ സംബന്ധിച്ച്, ക്ലാസ് റൂമിന്റെ സൗകര്യത്തെ കുറിച്ച്, പഠന സമീപനത്തെ കുറിച്ചൊക്കെ ഇപ്പൊ നടന്നു കഴിഞ്ഞു. എവിടെയും ചർച്ച കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ചർച്ച തന്നെ വലിയ കമ്മിറ്റി ഉന്നയിച്ചില്ല. പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ കരിക്കുലത്തെ കുറിച്ച് സമഗ്രമായ ഒരു ചർച്ച കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തൊരു കാര്യം ഒരു സുപ്രഭാതത്തിൽ പറയുമ്പോൾ അത് ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ഒരു അനുചിതമായിട്ടുള്ള വിഷയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതാണ് വ്യക്തിപരമായി തോന്നുന്ന ഒരു അനവസരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ്. പക്ഷേ അതൊരു വിശാലമായ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ചിന്തിക്കും എന്തുകൊണ്ട് മന്ത്രി ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് കൂടിയുണ്ട്. അപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തേടുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ വ്യക്തമായ സമിതികളുടെ നിർദ്ദേശത്തോടെ അവർക്ക് നിർദ്ദേശം നൽകി അങ്ങനെയൊക്കെയുള്ള പഠനങ്ങളിലൂടെ മാത്രമേ ഇതൊക്കെ സ്വരൂപിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. വളരെയധികം നന്ദി അതിഥികൾക്ക്, പങ്കെടുത്ത എല്ലാവർക്കും, നിർദ്ദേശങ്ങൾ പങ്കുവച്ച പ്രേക്ഷകർക്കും.